ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു ടീ കേക്കാണ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചെടുക്കാം. നമുക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ആവശ്യം. പിന്നെ ആദ്യം തന്നെ നമുക്ക് കേക്ക് ടിൻ സെറ്റാക്കി വയ്ക്കാം. അതിലൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് കുറച്ച് മൈദയും ഇട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ കേക്ക് ടിൻ റെഡിയായി. ഇനി ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം. അരിക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല, നിങ്ങൾ ചെയ്താൽ മതി. നമ്മൾ പൊടിച്ച് വെച്ച പഞ്ചസാരയില്ലേ, അതിനകത്തുനിന്ന് 1 കപ്പ് മാത്രം എടുത്ത് മാറ്റി വയ്ക്കുക. അതിലേക്ക് 2 മുട്ട ഇട്ടിട്ട് 30 സെക്കൻഡ് നേരത്തേക്ക് ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വാനില എസൻസും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത് 1 കപ്പ്, അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വീണ്ടും 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതും ഒരു 30 സെക്കൻഡ് നേരത്തേക്കൊന്ന് അടിച്ചെടുക്കണം. ഇനി ഈ മിക്സ് നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, മൈദയൊക്കെ, അത് കുറേശ്ശായിട്ട് ഇതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പാല്, അതിൻ്റെ കൂടെ കുറച്ച് ബട്ടർ, 1-2 സ്പൂൺ ഇടാം. ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊന്ന് മെൽറ്റായി വരുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. സിമ്മിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇത് മെൽറ്റായി വന്നിട്ടുണ്ട് ബട്ടർ. ഇനി അതേ ചൂടോടുകൂടി തന്നെ, ആ ചൂട് പാല് തന്നെ നമുക്ക് ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടിന്നിലേക്ക് മാറ്റാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് കുക്കറിലേക്ക് വെക്കാം. കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത്. എനിക്കിതൊരു 40 മിനിറ്റോളം എടുത്തു ഈ കേക്കൊന്ന് ബേക്കായി വരാനായിട്ട്. ഞാനൊരു 30 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കി. അപ്പം നടുക്കൊക്കെ ഒന്ന് കുറച്ചും കൂടി വേവാനുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 10 മിനിറ്റും കൂടി വെച്ചു. എന്നിട്ടാണ് എടുത്തത്. കേക്ക് നന്നായിട്ട് തണുത്തിട്ട് വേണം കേക്കിൽ നിന്ന് മാറ്റാനായിട്ട്. നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ വൈകിട്ട് സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാം. ടീ കേക്കാണ്, സിമ്പിളായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.